കുഞ്ഞാവേ എന്താ കാട്ടണേ? ഏ നീക്കവിടന്ന് ഇങ്ങട് ഒരുത്തി അതാ മീൻ മേടിക്കാൻ പോയിക്കൂടതാ അവിടെ. കുഞ്ഞാറ്റേ പക്ഷെ എന്തൊരു കഷ്ടാ നോക്കണ. ആ വെയിലത്ത് ഇവിടെ കളിക്കായിരുന്നു ആ കുട്ടി. ഇങ്ങട് വാ. മീൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ. മീന് നന്നാക്കണം ഇനി. മത്തിയാണ് കേട്ടോ. വറുക്കാലോന്ന് വിചാരിച്ചിട്ടേ. കറി വെക്കാൻ ഇനിയിപ്പോൾ മോര് കറി വെക്കാച്ചിട്ടാ കുമ്പളങ്ങ. കുഞ്ഞാവേനെ വികൃതി അടിക്കുക കുഞ്ഞാറ്റ. അതിൻ്റെ മേത്ത് കൂടെ ഉന്ത് അതിനെ പോയിട്ട്. എന്താ അങ്ങനെ ഒരു വികൃതി അടിക്കല്? അപ്പം ഇന്ന് രാവിലെ മുതൽ രണ്ടാളൊന്ന് മണ്ണിലാണ് കളിക്കണത്. എന്താ പിന്നെ ചെയ്യുക? അവളെ ഉന്തിയിടുകയാണ് അതിനൊരൊറ്റ ഉന്തിയിടുക. അത് അപ്പോൾ ആ പടിയുടെ മേലക്കൂടെ വീഴണ്ടായിരുന്നു കേട്ടോ. ഒതുക്കിൻ്റെ മേലക്കൂടെ. നീ ഉണ്ടോ പൊന്നെ അലക്കാന്? ഇവര് രണ്ടാളേ നോക്കാനേ 4 ആള് വേണം. അതാ മണ്ണിടൊടി അതിന്റെ മുഖത്ത് കൂടെ. കുമ്പളങ്ങ കേട്ടോ കറി വെക്കുന്നത്. കറി വെക്കാനേ കുമ്പളങ്ങയാണ് പറയുക. അപ്പൊ കുമ്പളങ്ങ നന്നൊക്കെ വേഗം അടുപ്പത്ത് വെക്കാനേ. പണി ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ ഇനി അവിടെ കുറച്ച് പണിയും കൂടി ഉണ്ട്. ഇനി ഇന്നലെ നമ്മള് തട്ടിയിട്ട കുറച്ച് കല്ലുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇടണം. അപ്പോൾ ഇനി വെയിലാറിയിട്ടേ നടക്കുള്ളൂ. അപ്പോഴത്തേക്കും ഞങ്ങളുടെ പണി ഒരുങ്ങണം. അടുക്കള പണിയൊക്കെ കഴിയണം. പിന്നെ മക്കളെയൊക്കെ ഒരു പാട്ടിൽ ചൂട്ടിലാക്കണം. ചെറിയൊരു 2 ആളും ആയതുകൊണ്ടേ നല്ല ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ എന്താണെന്നറിയോ, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വികൃതി അടിച്ചിട്ടേ. കുഞ്ഞാവേനയോട് കുഴപ്പമില്ല, കുഞ്ഞാറ്റ വികൃതി അടിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പണി കിട്ടും. കുട്ടികൾ കാരണേ. അനിയത്തി ഇപ്പോൾ തലക്കൽ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അതാ ചെറിയാളെ കുളിപ്പിക്കണം. എല്ലാവർക്കും ജലദോഷവും. കുഞ്ഞാറ്റയ്ക്കാണെങ്കിൽ 2-3 ദിവസമായി തുടങ്ങിയിട്ട് ജലദോഷവും പനി. അവളാണെങ്കിൽ കുളിപ്പിക്കാനും പറ്റില്ല. നന്നാക്കി എടുക്കട്ടെ കേട്ടോ, എന്നിട്ട് കാണാം. അമ്മ എന്നിട്ട് ഒരു കഷ്ണേ ഉള്ളു ചേന എടുക്കാലേ? അത് മുഴുവൻ എടുക്കാലേ? കേടുന്നത് വന്തമ്മ കൊണ്ടുപോയി, മറ്റേതൊക്കെ ചെക്കന്മാർക്ക് കൊടുത്തു. അവിടെ വെച്ചിട്ട് ആരും പിന്നെ എടുക്ക നൂർക്കട്ടെ ഞാൻ. കഴിഞ്ഞോ? എന്തായി ഇങ്ങനെ? മത്തി കുറച്ച് എന്താ പറയുക വറുത്താലേ. പക്ഷെ കുട്ടികൾക്ക് കൊടുക്കാനാണ് പ്രയാസം അല്ലേ? എന്താ പറയുക പള്ളയുടെ അവിടുത്തെ നല്ല ഇത് കണ്ടോ? ആ മുള്ളൊക്കെ അങ്ങോട്ട് കത്തിയും കൊണ്ടേ ചെത്തി കളഞ്ഞാട്ടാ. ഫോൺ ഓണാക്കി കൊടുക്കണം. എനിക്ക് അറിയാം. ഞാൻ ഇതിനിടയ്ക്കൊന്ന് അംഗനവാടി പോയിട്ടോ. പറ്റി വന്നപ്പോൾ അനിയത്തി ഇതാ മീൻ വറക്കണു. കൊതുകോ? അതിനെന്തേ പഠിച്ചിക്കത്രേ. കുഞ്ഞാറ്റയ്ക്കോ? കുഞ്ഞാറ്റ ഒന്നും കഴിക്കാതെ കൊടുത്തു പാവം. കരിങ്ങാലിപ്പൊടി ഉണ്ടല്ലോ. കറി കഴിക്കണം. നല്ല പനിക്കുണ്ട് തോന്നുന്നു അല്ലേ? അംഗനവാടി പോയി വന്നപ്പോൾ ഇതിന് ആകെ ക്ഷീണമായിട്ടോ. ഞാനപ്പോൾ എന്ത് ചെയ്തു അറിയാം, ഭക്ഷണമൊക്കെ കഴിച്ചു. ഏട്ടന് ചോറ് കൊടുത്ത്. കുട്ടികളാണെങ്കിൽ ഉറങ്ങണമില്ല. ലാസ്റ്റ് കുഞ്ഞാവ ഒന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഉറങ്ങിയില്ലടി. ഇതപ്പം ഉറങ്ങിയുള്ളൂ കുഞ്ഞാവ. കുഞ്ഞാറ്റ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനാണെങ്കിൽ ചെറിയൊരു എന്താ പറയുക, അവൾക്ക് ഒരു കഫക്കെട്ടും പാല് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ചായ വെക്കുകയാണ് ഇപ്പോൾ. പണിയൊക്കെ ഒരുക്കണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ 2 ആളും കുട്ടികളും ഉണ്ടെങ്കിൽ പണി ഒരുക്കില്ല. എന്ത് പണി ഇവിടെ ഒരുക്കാൻ പറ്റില്ല. കുട്ടികൾ കാരണമാണ്. ഒരാളെ പിടിച്ചിങ്ങോട്ട് മാറ്റുമ്പോൾ തന്നെ അടുത്ത ആള് വരും. അതുകൊണ്ടാട്ടോ ഇവിടുത്തെ പണി ഒരുക്കാറ്. അമ്മയ്ക്കാണിപ്പോൾ ഇടയായിട്ട് തീരെ വയ്യ, ക്ഷീണവും. അമ്മയ്ക്ക് മക്കളെയും കൊണ്ട് മല്ലിക. ഞങ്ങൾക്ക് തന്നെ സഹായിക്കണില്ല മക്കളുടെ മല്ലിന്. അമ്മ വാവ ഇവരെയും കൊണ്ട് സഹായിക്കണില്ല. ചായയൊക്കെ ആയിട്ട് ആവട്ടെ, എന്നിട്ട് കാണാം.
കുഞ്ഞാറ്റേ ചായ തട്ടല്ലേട്ടോ. ആ ചായ ഉണ്ടാവില്ല പിന്നെ. ചായ ഉണ്ടാവില്ലാന്ന് മേമ. ചായക്ക് കടി കേട്ടോ ഈ കടലേന് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അത് കടിച്ചില്ല ഞാൻ. അമ്മ അത്ര നേരം ഉറങ്ങായിരുന്നു കേട്ടോ. അപ്പൊ നീച്ചിട്ട് ചായ കുടിക്കണുള്ളൂ. 3:45 ഞാൻ കിടന്നപ്പോഴേ രാത്രിയില് അങ്ങോട്ട് വീട് തിരിഞ്ഞിട്ടും മറിഞ്ഞിട്ടും കിടന്നിട്ട് കിടക്കാനയക്കാണ്ടേ. ഡി അവരെ നോക്കാനേ 2 ആള് പോരാ, 10 ആള് വേണം പറയണം അമ്മി. ഇവരാണെങ്കി പറഞ്ഞ കേക്കണുണ്ടോ? ഇങ്ങോട്ട് പോരെ കുഞ്ഞാറ്റേ, കുഞ്ഞാവേ. ഞങ്ങക്ക് മുറ്റടിക്കാനൊന്നും അധികമല്ല കേട്ടോ, പക്ഷെ വഴികൾ അടിക്കണ്ടില്ലേ ഇഷ്ടം പോലെ. കുഞ്ഞാറ്റേ വാ, എങ്ങടെ പോണു? അടുക്കളപ്പണിയല്ലാതെ ഒരു പണി നടന്നിട്ടില്ല. ഇന്ന് ഞങ്ങളുടെ ഒരു പണി നടന്നിട്ടില്ല, അടുക്കളപ്പണി അല്ലാണ്ട് ചെയ്യാ. കുഞ്ഞാവത കടലയും കൊണ്ട് വരുന്നു. ഈ കുട്ടികൾ അങ്ങോട്ട് ഇങ്ങനെ കയറി പോവുക ഈ വഴിക്കടേ. അവിടെ വിറ്റ് നോക്കാനേ ആള് വേണം. ഇങ്ങോട്ട് വരണ്ടാളും.